നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സൗമ്യ സ്വഭാവമുള്ള ഒരു നേതാവാണ്. കോഴിക്കോട്ടുകാർക്ക് പ്രിയങ്കരൻ. രാഷ്ട്രീയ ഭേദമന്യേ മിക്കവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നവരിൽ CPMകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാ പാർട്ടികളിലും പെട്ടവരുണ്ട്. കേരള BJPയിലെ ഒരു സൗമ്യമുഖമായിരുന്നു PS ശ്രീധരൻപിള്ള എന്ന നേതാവിന്. അതുകൊണ്ട് തന്നെ ഗോവയുടെ ഗവർണറായിരിക്കുമ്പോഴും കേരളക്കാർക്ക് അദ്ദേഹം പ്രിയങ്കരനാണ്. തങ്ങളുടെ ഗവർണർ എന്നതുപോലെയാണ് PS ശ്രീധരൻപിള്ളയെ കേരളം ഇപ്പോഴും കൂട്ടിക്കൊണ്ട് നടക്കുന്നത്. എന്നാൽ PS ശ്രീധരൻപിള്ളയുടെ വാഹനവ്യൂഹത്തിലേക്ക് ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് ഒരു യുവാവ് കാർ ഓടിച്ചു കയറ്റി. ആദ്യം എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവാതെ നമ്മൾ പകച്ചു നിന്നു. ഞായറാഴ്ച കോഴിക്കോട് മെഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന് സമീപം രാത്രി 8:30 മണിയോടെയായിരുന്നു ഈ സംഭവം. Z കാറ്റഗറി സുരക്ഷയുള്ള ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് പെട്ടെന്നൊരാൾ കാറ് ഓടിച്ചു കയറ്റുന്നു. വലിയ സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഞായറാഴ്ച തന്നെ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി. ഇൻസ്പെക്ടർ റാങ്കിലുള്ള പോലീസ് ഓഫീസറുടെ അകമ്പടിയും അഡ്വാൻസ് പൈലറ്റുമൊപ്പം മറ്റൊരു അകമ്പടി വാഹനവുമുള്ള Z കാറ്റഗറി സുരക്ഷയാണ് ഗവർണർക്കുള്ളത്. അതിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ യുവാവിനെയും കാറിനെയും ഒക്കെ പെട്ടെന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസബ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇതിനിടയിലാണ് വലിയ അട്ടിമറികൾ നടന്നത്. കസ്റ്റഡിയിലെടുത്ത യുവാവ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന്റെ മകൻ ജൂലിയസ് നികിദാസ് നേരത്തെ തന്നെ നിരവധി വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. PV അൻവർ MLAയുടെ ഏറ്റവും അടുത്തയാളാണ് ജൂലിയസ് നികിദാസ്. നേരത്തെയും നിരവധി വിവാദങ്ങൾ ജൂലിയസ് നികിദാസ് വിളിച്ചു വരുത്തിയിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വിശദമായ വാർത്തകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത് ചാവേർ ആക്രമണം തന്നെയെന്ന് ഗവർണറുടെ ഓഫീസ് സംശയിക്കുന്നു. ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വന്നത് വളരെ ഗൗരവത്തോടെയാണ് ഗോവ രാജ്ഭവൻ കാണുന്നത്. ജൂലിയസ് നേതാവ് ജില്ലാ സെക്രട്ടറിയുടെ മകനാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഉന്നത ഇടപെടലുകളുണ്ടായി. തുടർന്ന് 1000 രൂപ പിഴയിടിച്ച് ജൂലിയസ് നികിദാസിനെ പോലീസ് വിട്ടയക്കുകയായിരുന്നു. ഗവർണറുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയ ഈ യുവാവിനെ വെറും 1000 രൂപ മാത്രം പിഴയടച്ച് വിട്ടയച്ച സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് ഗോവൻ രാജ്ഭവൻ പറയുന്നു. ഇത് സംബന്ധിച്ച പരാതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശാനുസരണം ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേസ് ഏറ്റെടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. VVIPയുടെ വാഹനത്തിന് മാർഗതടസ്സം ഉണ്ടാക്കി എന്ന നിസ്സാര കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ പിഴയടച്ച് വിട്ടയച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി വലിയ ആഡംബര ബസ്സിൽ സഞ്ചരിച്ചപ്പോൾ ബസ്സിനരികിൽ നിന്ന് കരിങ്കൊടി കാട്ടിയവരെയൊക്കെ അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ദിവസങ്ങളോളം ജയിലറയ്ക്കുള്ളിൽ പാർപ്പിച്ച എത്രയോ സംഭവങ്ങൾ. സംഭവം വലിയ വിവാദമാകാതിരിക്കാൻ പോലീസ് അതീവ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു. മാറാട് അയ്യപ്പ ഭക്ത സംഘം ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ബേപ്പൂർ BC റോഡിലുള്ള എടത്തൊടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ നിന്ന് രാത്രി തിരിച്ച് തിരുത്തോടിയുള്ള വീട്ടിലേക്ക് ഗവർണർ വരുന്ന വഴിയിലായിരുന്നു ഈ സംഭവം. വീട്ടിലെത്തിയ ഗവർണർ പിന്നീട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിങ്കളാഴ്ച പുലർച്ചെ 12:40 ഗോവയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഇത്തരമൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി തനിക്കറിയില്ല എന്ന പ്രതികരണമാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ മാധ്യമങ്ങളോട് നടത്തിയത്. ഗവർണറുടെ വാഹനം എന്ന് കേട്ടപാടെ കാർ ഓടിച്ചു കയറ്റിയെന്നാണ് ഇത് കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഗവർണർ ആണ് എന്ന് തെറ്റിദ്ധരിച്ചാവാം ഇത്തരമൊരു പ്രവൃത്തി ഈ യുവാവ് നടത്തിയത് എന്നും ചിലർ വിശദീകരിക്കുന്നുണ്ട്. വാഹനവ്യൂഹത്തിലേക്ക് കടന്നു വന്ന ഈ കാറിനെ പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചു. കാർ പിറകോട്ടെടുക്കാനും പോലീസ് വിസമ്മതിച്ചു. യുവാവ് വീണ്ടും യാത്ര തുടരാൻ ശ്രമിച്ചുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സഞ്ചരിച്ചത് എന്ന വിലയിരുത്തലിലാവാം ഒരുപക്ഷെ ജൂലിയസ് നികിദാസ് ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നത് എന്നും ചിലർ പറയുന്നു. യുവാവിനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച പോലീസിനോട് ജൂലിയസ് നികിദാസ് കയർത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രകോപനം തുടർന്നതോടെ യുവാവിനെ കസ്റ്റഡിയിലെടുക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് കാർ പിറകിലേക്ക് മാറ്റിയാണ് ഗവർണറും ഉദ്യോഗസ്ഥരും സുരക്ഷാ വിഭാഗവും ഒക്കെ കടന്നുപോയത്. യുവാവിനെ പെട്ടെന്ന് തന്നെ പോലീസ് കസബ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പക്ഷെ വലിയ അട്ടിമറിയിലൂടെ പിന്നീട് ജൂലിയസ് നികിദാസിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കരിങ്കൊടി പ്രതിഷേധങ്ങളും സമരങ്ങളും ആക്രമണവുമായി DYFIയും CPI പ്രവർത്തകരുമൊക്കെ കളത്തിലിറങ്ങിയിരുന്നു.
എന്നാൽ ഗവർണർ കട്ടയ്ക്ക് തിരിച്ചടിച്ചതോടെ ഇപ്പോൾ ഡിവൈഎഫ്ഐ വീട്ടിൽ തിരിച്ചു കയറിയ അവസ്ഥയിലാണ്. നിലമേലിൽ വെച്ച് ഗവർണറുടെ യാത്രാ സംഘത്തിന് നേരെ SFIയുടെ ആക്രമണമുണ്ടായതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം CRPF സുരക്ഷയിലാണ് ഇപ്പോൾ ഗവർണറുടെ യാത്ര. CRPF കളത്തിലിറങ്ങിയതോടെ SFI മാത്രമല്ല DYFI പോലും പിന്തിരിഞ്ഞോടി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇനിയും പ്രതിഷേധം തുടരുമെന്നൊക്കെ SFIയും DYFIയും പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗമായാണ് ഗവർണറുടെ വാഹനം കടന്നുപോകുന്നു എന്ന് കണ്ട് പെട്ടെന്ന് തന്നെ ജൂലിയസ് നികിദാസ് തൻ്റെ കാറ് വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയത് എന്നും വിശദീകരണങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തീവ്രവാദ മോഡൽ ചാവേർ ആക്രമണമാണ് നടന്നത് എന്ന സംശയം ഗോവ രാജ്ഭവന് ശക്തമാണ്. വാഹനവ്യൂഹത്തിൻ്റെ സുരക്ഷ മറികടന്ന് സ്വകാര്യ കാർ കയറിയ സംഭവം അന്വേഷിക്കുമെന്ന് ഗോവ രാജ്ഭവൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ജൂലിയസ് നികിദാസിനെ വൈദ്യപരിശോധനയ്ക്ക് പോലും വിധേയനാക്കിയില്ല പോലീസ് എന്ന പരാതിയും ഇപ്പോൾ ശക്തമാണ്. CPM നേതൃത്വം ഈ വിഷയത്തിൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി എന്ന് ഗോവ രാജ്ഭവൻ വിശദീകരിക്കുന്നു. വലിയ അട്ടിമറിയാണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. മുമ്പ് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, മയക്കുമരുന്നിനടിമയായി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുമായി ഏഷ്യാനെറ്റ് നടത്തിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിവാദങ്ങൾ വലുതായപ്പോൾ സാനിയ മനോമി എന്ന ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറിനെ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് മാനേജ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അവസ്ഥ. സാനിയ മനോമിയുടെ ഭർത്താവാണ് ജൂലിയസ് നികിദാസ്. അന്ന് PV അൻവറിൻ്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ചുമതല ജൂലിയസ് നികിദാസിനായിരുന്നു. PV അൻവറാണ് ആദ്യം ഏഷ്യാനെറ്റിനെതിരെ ശക്തമായ ആരോപണങ്ങളുമായി കളത്തിലിറങ്ങിയത്. മയക്കുമരുന്നിന് അടിമയായി എന്ന് പറയപ്പെടുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുമായി ഏഷ്യാനെറ്റ് കണ്ണൂർ ലേഖകൻ നൗഫൽ ബിൻ യൂസഫ് നടത്തിയ ഒരു അഭിമുഖം വ്യാജം എന്ന ആരോപണമായിരുന്നു PV അൻവർ ഉയർത്തിവിട്ടത്. തുടർന്ന് പോലീസ് അന്വേഷണവും കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമൊക്കെ കേരളം കണ്ടു. ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നിൽ സാനിയ മനോമിയുടെ ഇടപെടലുകൾ തന്നെയാണ് എന്ന വാർത്തകൾ പരന്നു. തുടർന്നാണ് സാനിയ മനോമിയെ കൊച്ചിയിലേക്ക് മാറ്റുന്നതും അവർ രാജിവെച്ചൊഴിയുന്നതുമൊക്കെ. BJP നടത്തിയ ഒരു ഹർത്താലിൽ ജൂലിയസ് നികിദാസിനും സാനിയ മനോമിക്കുമൊക്കെ മർദ്ദനമേറ്റിരുന്നു എന്ന ആരോപണവുമായി ഒരിക്കൽ ഇവർ കളത്തിലിറങ്ങി. പലേരിയിലുള്ള സാനിയോയുടെ വീട്ടിൽ നിന്ന് ജൂലിയസിന്റെ അമ്പലക്കുളങ്ങരയിലെ വീട്ടിലേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ അമ്പലക്കുളങ്ങരയിൽ വെച്ച് 10-ലേറെ പേർ കാറിന് മുന്നിൽ ചാടി വീണ് തടഞ്ഞു നിർത്തി തങ്ങളെ മർദ്ദിച്ചുവെന്നായിരുന്നു അവർ പോലീസിൽ നൽകിയ പരാതി. കാറിന്റെ താക്കോൽ ഊരിയെടുത്തതിന് ശേഷം ഇരുവരെയും കാറിന് പുറത്തേക്ക് വലിച്ചിട്ട് മർദ്ദിച്ചുവെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞത്. ആക്രമണത്തിൽ ജൂലിയസ് നികിദാസിന് സാരമായി പരിക്കേറ്റു. എന്നാൽ ഹർത്താൽ അനുകൂലികളുടെ ഇടയിലേക്ക് കാർ ഓടിച്ചു കയറ്റി എന്ന ആരോപണം ഹർത്താലുകാരും ഉയർത്തി. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്ററുടെ മകൻ ജൂലിയസ് നികിദാസ് അങ്ങനെ നിരവധി വിവാദങ്ങളിൽ ഇക്കാലങ്ങളിൽ ഇടം പിടിച്ചു. ഏറ്റവും ഒടുവിലിത ഗവർണർക്കെതിരെയുള്ള ഒരു ആക്രമണ കേസിൽ സംസ്ഥാന ഭരണകൂടവും പോലീസുമൊക്കെ ചേർന്ന് നികിദാസിനെ രക്ഷപ്പെടുത്തുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.